നമസ്കാരം. ലോകശക്തിയായ അമേരിക്കയ്ക്കെതിരെ കഴിഞ്ഞ 5 മാസത്തോളമായി ഇറാൻ നടത്തുന്ന ചെറുത്തുനിൽപ്പ് ലോകത്തെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. ഇറാന്റെ സൈനിക ശേഷി തകർന്നുവെന്നും അവർ ദുർബലരായെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പലതവണ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഓരോ തവണയും മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇറാൻ നൽകുന്ന മറുപടി യുദ്ധം അവസാനിച്ചിട്ടില്ല എന്നതിൻ്റെ തെളിവാണ്. വിവിധ രാജ്യങ്ങളുടെ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന് ഇനിയും 3000-ലധികം മിസൈലുകളും 50,000-ലധികം ഡ്രോണുകളും കൈവശമുണ്ട്. ഷഹാബ്, ഫത്തേഹ് തുടങ്ങിയ ഹ്രസ്വദൂര മിസൈലുകൾക്ക് പുറമെ 1700 കിലോമീറ്റർ ദൂരപരിധിയുള്ള സുൽഫീക്കർ, ഖൈബർ ഷെക്കൻ തുടങ്ങിയ അത്യാധുനിക മിസൈലുകളും ഇറാൻ്റെ പക്കലുണ്ട്. 2000 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ഖദർ, സജീൽ മിസൈലുകൾ യൂറോപ്പിനെ വരെ ലക്ഷ്യമിടാൻ ശേഷിയുള്ളവയാണ്. അമേരിക്കയുടെ സൈനിക മികവും അത്യാധുനിക ആയുധശേഖരവും ഇറാന്റെ സൈനിക ഇൻഫ്രാസ്ട്രക്ചറിന് വലിയ തോതിൽ നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നത് യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് ഇറാന്റെ മിസൈൽ ലോഞ്ചറുകളുടെയും ഭൂഗർഭ സൈലോകളുടെയും വലിയൊരു ഭാഗം അമേരിക്കൻ ആക്രമണങ്ങളിൽ തകർക്കപ്പെട്ടു. എന്നാൽ വെറും സൈനിക ശക്തിയിൽ ഉപരിയായി തങ്ങളുടെ ഭൂപ്രകൃതിയെ പ്രതിരോധത്തിൻ്റെ ആയുധമാക്കി മാറ്റാൻ ഇറാന് കഴിഞ്ഞു എന്നത് ഈ യുദ്ധത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. പർവ്വതനിരകൾക്കുള്ളിലെ നൂതനമായ ഭൂഗർഭ നഗരങ്ങൾ വെറും ആയുധ സംഭരണശാലകൾ മാത്രമല്ല, അവ സ്വയം പര്യാപ്തമായ സൈനിക കേന്ദ്രങ്ങളാണ്. ഇത്തരം സംവിധാനങ്ങൾ ഉള്ളിടത്തോളം കാലം ഇറാനെ പൂർണ്ണമായി നിരായുധീകരിക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കില്ല. ഹോർമുസ് കടലിടുക്ക് ഉപരോധിക്കാനും പടിഞ്ഞാറൻ ഏഷ്യയിലെ വ്യോമപാത അടച്ചിടാനും ഇറാന് സാധിക്കും. ഇത് ആഗോള സമ്പദ് വ്യവസ്ഥയെ തകിടം മറിക്കുകയും ലോകത്തെ മാന്ദ്യത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യാം. അമേരിക്കയുടെ വ്യോമാക്രമണങ്ങളും ഉപരോധങ്ങളും ഇറാന്റെ സൈനിക നേതൃത്വത്തിന് കനത്ത ആഘാതമേൽപ്പിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ മിസൈൽ ശക്തി ഇപ്പോഴും സജീവമാണ്.